കുറേ കോമഡി ഉണ്ട്, കുറേ എല്ലാം. എന്നാലും ഫാമിലിക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ നൈസൊരു മൂവി. പെർഫോമൻസിൽ ഏറ്റവും നന്നായിരിക്കുന്ന നന്ദുവാണ്. പുള്ളിയുടെ കോമഡിയൊക്കെ കൊള്ളാം, അത്യാവശ്യം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആനന്ദാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം ഫൈൻസ്. നമ്മളിന്ന് വന്നേക്കുന്നത് റോഷൻ മാത്യൂസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇത്തിരി നേരത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സീ. വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല, സാധാ ഒരു പടം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തിയേറ്റർ വാച്ചിന് പറ്റിയതാണ്. അങ്ങനെയല്ല, കുഴപ്പമില്ല, ഭയങ്കര സംഭവമൊന്നുമല്ല. അത്രേ ഉള്ളൂ. കൊള്ളൂല, സിനിമ ഒട്ടും കൊള്ളൂല. എൻഗേജിങ് അല്ല ഒട്ടും. നല്ല ദേഷ്യമാണ് വരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബീപ്പ് സൗണ്ട് ഉണ്ട്. പുള്ളിയുടെ ഒരു സ്ഥിരം പാറ്റേൺ ഉള്ള അത് തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിട്ട് തോന്നിയത് നന്ദുവിൻ്റെയാണ്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു സിനിമ. കൊള്ളാം, നൈസ്. കുഴപ്പമില്ല, തിയേറ്റർ വാച്ചിന് ഫാമിലി വാച്ചിനൊക്കെ കൊള്ളാം. അതെ, നല്ല സിനിമ, നല്ല മൂവിയായിരുന്നു. അതെ, കുറേ കോമഡി ഉണ്ട്, കുറേ എല്ലാം. എന്നാലും ഫാമിലിക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ നൈസൊരു മൂവി. നൈസായിരുന്നു. അതെ. ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു, വളരെ മോശം. അതുപോലെ നല്ല ഭയങ്കര ലാഗ്. ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു എൻകറേജ് ആവുന്ന രീതിയിൽ കുറച്ച് കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ. ക്ലൈമാക്സും വലിയ കുഴപ്പമില്ല. ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റാതെ. കാരണം എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ കുറേ നമുക്ക് ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഫസ്റ്റ് ഹാഫ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് നല്ല അഭിനയമൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. കാരണം ഓരോരുത്തരുടെ അഭിനയം ഓരോ സിനിമ കഴിയും തോറും അവരുടെ റോൾ അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് പണ്ടാരം എങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിടുത്തമില്ല. കാരണം എന്താ പറയുക, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല. സെക്കൻഡ് ഹാഫിൽ ഒന്ന് കണ്ടോളൂ. സെക്കൻഡ് ഹാഫിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പ്രദർശിപ്പിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിരുന്നെങ്കിൽ അവർ ഉത്തമ കലാസൃഷ്ടി എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ നമ്മൾ തിയേറ്ററിൽ നമ്മൾ പൈസ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഈ സിനിമ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ പറയുന്ന സബ്ജക്റ്റൊക്കെ ഒരുപാട് സിനിമയല്ല, മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം തന്നെ പല സിനിമയിൽ ഇത് പറഞ്ഞു പോയിട്ട് നഷ്ടപ്രണയം അങ്ങനെയൊക്കെയുള്ള അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ആക്ടേഴ്സ് റോഷനും സെറിനും ബാക്കിയുള്ളവർ ആനന്ദ് മന്മഥൻ ഇവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പുതുമയിൽ പിന്നെ ആദ്യ പകുതി നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്ന ആദ്യ പകുതിയും സെക്കൻഡ് ഹാഫ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം. ജിയോ ബേബി ആനന്ദ് മന്മഥനൊക്കെ ഒരു ചെറിയ തമാശകളൊക്കെയാണ്, അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. തിയേറ്റർ വാച്ച് അല്ല, മസ്റ്റ്. നമുക്ക് OTT കാണാൻ തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത്. എസ്പെഷ്യലി കാരണം ഫസ്റ്റ് ഹാഫിൽ ഫുൾ ടൈം എന്താ പറയുക, ആൽക്കഹോളുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആ ഒരു സീനൊക്കെ വരുന്നത് ആ ഒരു ലെവലിലങ്ങ് പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും കൂടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും തുടക്കം മുതൽ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻറ്റയർ ഏരിയ ഇൻ്റർവെൽ വരെയും കംപ്ലീറ്റ് ബാറ് അത് ഇത് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. അത്രത്തോളം മോശമായിട്ടല്ല, ഈ യൂസ്ഫുള്ളാണ്. കാരണം ഈ കാലഘട്ടത്തിന് ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് തന്നെയാണ് തുടക്കം മുതൽ ഇൻ്റർവ്യൂവിൽ വരെയും വരുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷമാണ്. അത് തന്നെയാണ് ഓവറോൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ്. ബാക്കി നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നുമില്ല. OTTയിൽ വാച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യ പകുതി ശരിക്കും നമ്മളങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് ബോറടിക്കാം. പിന്നെ ആകെയില്ല, ഒരു ഭയങ്കരമായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത സിനിമയുടെ ഗാനരചനയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരാളാണ് ചെയ്തേക്കുന്നത്. നല്ല പടത്തിൽ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ലവ് സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് കോമഡി ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ല. പെർഫോമൻസിൽ ഏറ്റവും നന്നായിരിക്കുന്ന നന്ദുവാണ്. പുള്ളിയുടെ കോമഡിയൊക്കെ കൊള്ളാം, അത്യാവശ്യം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആനന്ദാണ് പെർഫോമൻസിൽ. ഇവർ രണ്ടുപേരുടെ പെർഫോമൻസാണ് ടോപ്പായിട്ട് തോന്നിയത്. പടം യൂഷ്വൽ, കുഴപ്പമില്ലാതെ ജസ്റ്റ് കണ്ടിരിക്കാവുന്നൊരു മൂവി. അങ്ങനെ പറയുന്നില്ല. തിയേറ്റർ വാച്ച് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് സൈലൻറ്റ് മൂവീസ് ഭയങ്കര ഇഷ്ടം. ഇത് കുറച്ച് സ്ലോ പേസിൽ പോകുന്ന പടമാണ്. ചില ആൾക്കാർക്ക് തിയേറ്റർ വാച്ച് എന്ന് പറയുമ്പോൾ അവർക്ക് ആക്ഷൻ അങ്ങനത്തെ പടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ OTT പടം എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എനിക്ക് തോന്നിയ കാര്യം ആവറേജ് പടം, വേണമെങ്കിൽ ജസ്റ്റ് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാം. ആസ് യൂഷ്വൽ കൊള്ളാം. എങ്കിലും ഇതിനകത്ത് എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയ നന്ദുവിൻ്റെ പെർഫോമൻസാണ്. കാരണം പുള്ളി കുറച്ച് പടങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പീക്ക് ലെവൽ സംഭവം ചെയ്തിട്ടുള്ളൂ. കാരണം പുള്ളിയുടെ കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റാൻഡേർഡ് കോമഡിയാണ്. നമുക്ക് ചിരി വരുന്നൊക്കെ ഉണ്ട്. സാധാരണ ഇന്നത്തെ ചില പടങ്ങളിലെ കോമഡികളെന്ന് പറഞ്ഞാൽ ഡയലോഗ് കോമഡിയാണ്. എന്തെങ്കിലും എഴുതി വയ്ക്കും, അവർക്ക് തോന്നും പോലെ കാട്ടിക്കൂട്ടും. ഇത് അങ്ങനെയല്ല. പെർഫോം ചെയ്തേക്കുന്നതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നടനായോണ്ടായിരിക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പുള്ളിയുടെ പെർഫോമൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പടത്തിൽ മറ്റൊരു പോസിറ്റീവോ
മ്യൂസിക്കിനെ പറ്റി യാ മ്യൂസിക് കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെന്താണ് ബാക്കി മേക്കിംഗ് ആവറേജ്, സ്റ്റോറി ലൈൻ ആവറേജ്, മ്യൂസിക്കും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസും തന്നെയായിരിക്കും പീക്ക് എന്ന് പറയുന്നത്. ബാക്കി അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല, മോശമല്ല, ഒരു ആവറേജ് നിൽക്കുന്ന ഒരു പടം. ഫാമിലിയായിട്ടൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫാമിലിക്ക് കാണാം. ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വലിയ റിലീസ് ഈ ആഴ്ച ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പടങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു വമ്പൻ റിലീസ് വരുന്നത് വരെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച പൃഥ്വിരാജിൻ്റെ പടമുണ്ട്. അപ്പോൾ അതുവരെയൊക്കെ പടം നിൽക്കുമായിരിക്കും. പിന്നെ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി അല്ലെങ്കിൽ യൂത്ത് ഓവറായിട്ട് കയറണം. അവരെത്രത്തോളം കയറും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കണ്ടേ അറിയാൻ പറ്റും. കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളിപ്പോൾ കണ്ടത്, ഇപ്പോൾ സിനിമ കണ്ടവരുടെ റിവ്യൂ മാത്രമാണ്, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും.